ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വൺ ഡേ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒമാൻ തീരത്തിൻ്റെ ഭാഗവും ഹജർ മലനിരകളാൽ ചുറ്റപ്പെട്ടതുമായ മനോഹരമായൊരു പ്രദേശമാണ് മുസാണ്ടം. ആ മുസാണ്ടം യാത്രയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാണുന്ന ബസ്സിലാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ഇവിടേക്ക് പോകാനുള്ള ടിക്കറ്റ് എനിക്ക് നൽകിയത് സ്മാർട്ട് ട്രാവൽ ആണ്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് തന്നെ ബസ് വന്ന് എന്നെ പിക്കപ്പ് ചെയ്യുകയും ഏകദേശം 9 മണിയോടുകൂടി നമ്മൾ ഒമാൻ ബോർഡറിലെത്തുകയും ചെയ്തു. അവിടുത്തെ ചെക്ക് പോസ്റ്റിൽ പോലീസ് വെരിഫിക്കേഷനും പാസ്പോർട്ട് ചെക്കിങ്ങും കഴിഞ്ഞ് ഏകദേശം 9:30 ഞങ്ങൾ ഹാർബറിലെത്തി. ഏകദേശം 2 മണിക്കൂറോളമുള്ള യാത്രയിൽ മരുഭൂമികളെയും അതിനുശേഷം പച്ചപ്പുകളും മലനിരകളുമൊക്കെ കാണാൻ സാധിച്ചു. കൂടാതെ യാത്രാവേളയിൽ റോഡിന് ഇരുവശത്തും ഒട്ടകങ്ങളും ആടുകളുമൊക്കെ മേയുന്നതും നമുക്ക് കാണാമായിരുന്നു. ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് 2 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ സ്മാർട്ട് ട്രാവൽസിലെ സ്റ്റാഫുകൾ നമ്മളെ ബോട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന ഉടനെ നമുക്ക് വെൽക്കം ഡ്രിങ്ക്സ് തന്ന് നമ്മളെ സ്വീകരിക്കുകയും ചെയ്തു. ഫ്രൂട്ട്സ്, കോഫി, ചായ, ജ്യൂസ്, ബിസ്ക്കറ്റ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങളാണ് നമുക്ക് വേണ്ടി അവർ ഒരുക്കിയിരുന്നത്. മുകളിലെ നീലാകാശവും താഴെ കടലിൽ പച്ചനിറമുള്ള വെള്ളവും സ്വർണ്ണ നിറമുള്ള മലനിരകളുടെ ഭംഗിയും ആസ്വദിച്ചൊരു 45 മിനിറ്റ് നീളുന്ന യാത്ര. ആ യാത്രയുടെ അവസാനം നമ്മൾ മുസാണ്ടത്ത് എത്തിച്ചേരും. നോർവേ ഓഫ് അറേബ്യ എന്നാണ് മുസാണ്ടം അറിയപ്പെടുന്നത്. ദിബ, മുസാണ്ടം, കസബ് എന്നിവയാണ് ഈ പ്രദേശത്തിന്റെ 2 ഭാഗങ്ങൾ. ദിബ അൽ ഫുജറയുടെ തീരപ്രദേശത്ത് കൂടി നമ്മൾ ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഫിഷിങ്, സ്വിമ്മിങ്, സ്നോർക്ലിങ് തുടങ്ങിയവ ആസ്വദിക്കാൻ കഴിയുന്നു. അങ്ങനെ നമ്മൾ മുസാണ്ടത്തെത്തി. ആഴം കുറഞ്ഞ ഭാഗത്ത് ബോട്ട് നിർത്തിയ ശേഷം നമ്മളെ ഒരു സ്പീഡ് ബോട്ടിലേക്ക് കയറ്റി. അതിനുശേഷം ബനാന റൈഡിങ്, കയാക്കിങ്, സ്വിമ്മിങ് തുടങ്ങിയ ആക്ടിവിറ്റികൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ കൊണ്ടുപോയി. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം മനോഹരമായ ഒരു സ്ഥലമാണ് ഇതെന്ന്. നല്ല പച്ച ജലാശയവും സ്വർണ്ണ നിറമുള്ള മലകളുമൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം നമ്മൾ ആക്ടിവിറ്റീസുകളെല്ലാം ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ വീണ്ടും പഴയ കപ്പലിലേക്ക് തിരിച്ചെത്തിയപ്പോൾ നമുക്കുള്ള ഫുഡ് റെഡിയായി. ഗ്രീൻ സലാഡ്, അമ്മൂസ്, അറബിക് ബ്രെഡ്, പാസ്ത, ബിരിയാണി റൈസ്, വൈറ്റ് റൈസ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, കൂടാതെ വെജിറ്റബിൾ കറി, ഡാൽ ഫ്രൈ, സോഫ്റ്റ് ഡ്രിങ്ക്സ് തുടങ്ങിയ വിഭവസമൃദ്ധമായ ഒരു ലഞ്ചാണ് നമുക്ക് വേണ്ടി സ്മാർട്ട് ട്രാവൽ ഒരുക്കിയിരുന്നത്. ലഞ്ചിന് ശേഷം സ്പീഡ് ബോട്ടിൽ കയറി കേവ് കാണാൻ വേണ്ടി കുറച്ചു ദൂരം പോയപ്പോൾ തിരമാലകൾ അതിശക്തമായി അടിക്കുവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ യാത്ര പകുതി വെച്ച് നിർത്തേണ്ടി വന്നു. അതിനുശേഷം തിരിച്ച് നമ്മുടെ പഴയ ബോട്ടിൽ തന്നെ എത്തി. ബനാന റൈഡിങ്ങിൻ്റെയും കയാക്കിങ്ങിൻ്റെയും ഒക്കെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം വേറൊന്നുമല്ല, മൊബൈല് വെള്ളത്തിൽ വീണു പോകുമെന്ന് ഭയന്നാണ് ഞാൻ ആ വീഡിയോ ഒന്നും എടുക്കാതെ പോയത്. വളരെ മനോഹരമായ ഒരു ട്രിപ്പായിരുന്നു എൻ്റെ ഈ മുസാണ്ടൻ ട്രിപ്പ് എന്ന് പറയുന്നത്. ആദ്യമായാണ് കടലിലൂടെ ഒരു യാത്ര, അതും സാഹസികമായ യാത്ര. ഇപ്പോൾ ചൂട് കുറച്ച് കൂടുതലായതുകൊണ്ട് അതിനുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടും ക്ഷീണവും ഉണ്ടായിരുന്നു. എന്നാലും ഈ യാത്ര അതിമനോഹരവും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതുമായ ഒന്നായിരുന്നു. ഏകദേശം 2:30 മണിയോടുകൂടി തിരിച്ച് ഹാർബറിലെത്തി. തിരിച്ച് ബോർഡറിലെ ചെക്കിങ് കഴിഞ്ഞ് ഏകദേശം 5:30 വീട്ടിൽ എത്തിച്ചേരാൻ സാധിച്ചു. നിങ്ങൾക്ക് കൂട്ടുകാരുമൊത്തോ ഫാമിലിയോ ഒക്കെ ആയിട്ടോ ഒരു ദിവസം ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ട്രിപ്പാണ് ഇത്. നിങ്ങളുടെ ജോലി ഭാരങ്ങളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നും റിലാക്സ് ആവാൻ പറ്റിയ ഒരു ട്രിപ്പാണ് ഇതെന്ന് ഞാൻ 100% ഉറപ്പ് പറയുന്നു. കൂടാതെ തണുപ്പ് സമയത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ട്രാവൽ വിത്ത് കണ്ണൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് മുസാണ്ടം പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്മാർട്ട് ട്രാവലുമായി ബന്ധപ്പെടാം. അപ്പോൾ അവരുമായി ബന്ധപ്പെടാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ ബൈ.